നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റ് എന്ന രാജ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് മുബാറക് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിരുന്നു അത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾക്ക് നൽകുന്ന ഈ പുരസ്കാരം ബ്രിട്ടനിലെ ചാൾസ് രാജകുമാരനും അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റനും ജോർജ് ബുഷിനും മാത്രമാണ് ആ രാജ്യം നൽകിയിട്ടുള്ളത്. തദ്ദേശീയരായ കുവൈറ്റുകളെക്കാൾ കൂടുതൽ ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു രാഷ്ട്രമാണ് കുവൈറ്റ്. ഇന്ത്യക്കാരെ ഏറ്റവും അധികം ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കുന്ന ഈ മഹനീയ രാഷ്ട്രത്തിലേക്ക് 43 വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് കുവൈറ്റ് എന്ന രാജ്യത്ത് വമ്പൻ വ്യവസായങ്ങൾ നടത്തി വിജയിച്ചിട്ടുള്ളത്. ഇസ്ലാമിക മൂല്യത്തിൽ അധിഷ്ഠിതമായി ഭരണം നടത്തുന്ന കുവൈറ്റ് എന്ന രാജ്യത്ത് ജാതി മത ഭേദമന്യേ ഇന്ത്യക്കാർക്ക് വലിയ ബഹുമാനമാണ് ലഭ്യമാകുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും വലിയൊരു ബഹുമതി എന്നത് നമ്മുടെ രാജ്യത്തിനോടുള്ള ഏറ്റവും വലിയ ആദരവ് തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ സുപ്രധാനമായ അന്താരാഷ്ട്ര പുരസ്കാരമാണ് കുവൈറ്റ് നൽകിയത്. 2016 സൗദി അറേബ്യയുടെ പരമോന്നത പുരസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ രാഷ്ട്രം സമ്മാനിച്ചിരുന്നു. പിന്നീട് ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആ രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. UAE, ബഹ്റിൻ, ഈജിപ്ത് അടക്കം പാലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ നരേന്ദ്രമോദി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അമേരിക്കയും ഫ്രാൻസും ഗ്രീസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കൂടാതെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആദരിച്ചു. ആശയപരമായി, രാഷ്ട്രീയപരമായി എത്ര തന്നെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്യരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം പരമോന്നത പുരസ്കാരങ്ങൾ ഓരോ ഇന്ത്യക്കാരനുമുള്ള അംഗീകാരം കൂടിയാണ്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് അഭിമാനിക്കാം. അറബ് രാഷ്ട്രങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അറബ് രാഷ്ട്രങ്ങളോടുള്ള ഇന്ത്യയുടെ ഊഷ്മളമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് 100% പരമാർത്ഥമാണ്. ഓരോ വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനും വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന യാത്രകളാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യക്കാരെയും ഇത്രയധികം ഉജ്ജ്വലമായി സ്വീകരിക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കലയെയും സാഹിത്യത്തെയും മതവിശ്വാസങ്ങളെയും സൗഹൃദപൂർവ്വം സ്വീകരിക്കുന്ന ഈ രാജ്യങ്ങളുടെ എല്ലാ വളർച്ചയിലും ഉയർച്ചയിലും ഓരോ ഇന്ത്യക്കാരനും ഭാഗവക്കാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചതും 2 ദിവസത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം യാത്ര അയക്കാനുമൊക്കെ എത്തിയത് കുവൈറ്റ് പ്രധാനമന്ത്രിയാണ്. ഇന്ത്യക്ക് ഗുണം ചെയ്യുന്ന നിരവധിയായ സാമ്പത്തിക, വ്യാവസായിക, തൊഴിൽ കരാറുകളാണ് നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനത്തോടെ നടപ്പിലാകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കുവാനുള്ള പരമോന്നത പുരസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകി ആദരിച്ച കുവൈറ്റ് എന്ന മഹത് രാജ്യത്തിന് 1000 ഹൃദയ പുഷ്പങ്ങൾ.